Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. We are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. In the last class we discussed about a very important law in economics, the law of diminishing marginal product, or we can say the law of variable proportions. കഴിഞ്ഞ ക്ലാസ്സിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം അഥവാ വിഭേദാനുപാത നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. So the law states that as we use more and more variable factor, at first the marginal product starts to increase, and then after a certain level the marginal product starts to decline. അതാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം. കൂടുതൽ വിഭേദക ഘടകം ഉപയോഗിക്കുമ്പോൾ മറ്റു ഘടകങ്ങൾ സ്ഥിരമായി നിലനിർത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞാൽ സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് വിഭേദാനുപാത നിയമം പ്രസ്താവിക്കുന്നത്. So why does this happen? Why this marginal product initially increases and then declines? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സീമാന്ത ഉൽപ്പന്നം ആദ്യഘട്ടത്തിൽ കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ആദ്യം ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഫാക്ടർ പ്രൊപ്പോർഷൻസ്. ഘടകാനുപാതങ്ങൾ എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ നിയമം പ്രതിപാദിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. So what do you mean by this factor proportion? So factor proportions is the ratio in which the two inputs are combined to produce output. അതായത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ രണ്ട് ഉൽപാദന ഘടകങ്ങളെ സംയോജിപ്പിക്കുന്നതിൻ്റെ അംശബന്ധത്തെയാണ് യഥാർത്ഥത്തിൽ ഘടകാനുപാതങ്ങൾ എന്ന് പറയുന്നത്. So it is a ratio in which the two inputs are combined. Which are the two inputs? A variable input and a fixed input. These two inputs are combined to produce output. ആ റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടർ പ്രൊപ്പോർഷൻ. See this table. Here there are two inputs. L represents labor, amount of labor, and K represents the amount of capital. These two inputs are combined in a ratio to produce output. So here 1 labor and 4 capital is used to produce 10 units of output. The ratio is 1:4. And here 2 labor and 4 units of capital are used to produce 24 units of output. So here the ratio is 2:4. അപ്പോൾ ഇവിടെ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുവാൻ രണ്ട് ഉൽപാദന ഘടകങ്ങളെ സംയോജിപ്പിക്കുന്നതിൻ്റെ അംശബന്ധത്തെയാണ് നമ്മൾ ഘടകാനുപാതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഒരു പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഈ അംശബന്ധം, അതായത് രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്ന് സംയോജിപ്പിക്കുന്നതിൻ്റെ അംശബന്ധത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം 1:4 ആണ്, പിന്നെ അത് 2:4 എന്ന അംശബന്ധമാണ്, പിന്നെ അത് 3:4 എന്ന അംശബന്ധത്തിലാണ്. സോ യു ക്യാൻ സീ ദ റേഷ്യോ ഈസ് ചേഞ്ചിങ്. അപ്പം ആദ്യഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന് അനുകൂലമായ രീതിയിലാണ്
ഫാക്ടർ പ്രപ്പോർഷൻസിൽ മാറ്റം വരുന്നത്. ഉൽപാദന ഘടകങ്ങളുടെ അംശബന്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന് അനുകൂലമായ രീതിയിലാണ് രണ്ട് ഉൽപാദന ഘടകങ്ങളുടെ അംശബന്ധത്തിൽ മാറ്റം വരുന്നത്. നമുക്ക് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, ഇതാണ് ഒന്നാമത്തെ ആദ്യഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കൂ, 1, 2, 3 3 യൂണിറ്റ് ലേബറിന് ഉപയോഗിക്കുന്നത് വരെ, ആൻഡ് യു സീ ദ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്. ഷോർട്ട് റൺ ആണ്, ഒരു ഫാക്ടറോടെ ഫിക്സഡ് ആണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റലിനെ ഫിക്സഡ് ആയിട്ട് ഇരുത്തുന്നു, മൂലധനത്തെ. അധ്വാനം മാത്രമാണ് മാറുന്നത്. അപ്പം ആദ്യഘട്ടത്തിൽ ഈ അധ്വാനവും മൂലധനവും ഉപയോഗിക്കുന്നതിൻ്റെ അംശബന്ധം ആ സ്ഥാപനത്തിന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഏത് ഘട്ടം വരെയാണ്, ഏത് തലം വരെയാണ്? 3 യൂണിറ്റ് ലേബറിനെ ഉപയോഗിക്കുന്നത് വരെ ഈ സ്ഥാപനത്തിന് അനുകൂലമായിട്ടാണ് ഫാക്ടർ പ്രപ്പോർഷൻസ്. അതുകൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ആ ഘട്ടത്തിൽ കൂടുകയാണ്. സോ ഇനീഷ്യലി ദ മാർജിനൽ പ്രൊഡക്റ്റ് starts to increase, or the marginal product is increasing because the factor proportions is suitable for the production process. ആദ്യഘട്ടത്തിൽ ഈ സീമാന്ത ഉൽപ്പന്നം കൂടുന്നതിൻ്റെ കാരണം ഉൽപാദന ഘടകങ്ങളുടെ ഉപയോഗിക്കുന്നതിൻ്റെ അംശബന്ധം ആ സ്ഥാപനത്തിന് അനുകൂലമായിട്ടാണ്. ഓക്കെ, then what happens? വീണ്ടും നമ്മൾ ഈ വേരിയബിൾ ഇൻപുട്ട് കൂട്ടുകയും ഫിക്സഡ് ഇൻപുട്ട്, അതായത് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് നിലനിർത്തുകയും ചെയ്യുമ്പോൾ അംശബന്ധത്തിൽ, റേഷ്യോയിൽ, ഫാക്ടർ പ്രപ്പോർഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റം ആ സ്ഥാപനത്തിന് പ്രതികൂലമായിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നത്? കുറയുന്നത്. സോ ഫ്രം 10 to 6 to 1. അപ്പം വീണ്ടും മൂന്നാമത്തെ യൂണിറ്റ് ഓഫ് ലേബർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലേബറിനെ കൂട്ടുമ്പോൾ, വേരിയബിൾ ഇൻപുട്ടിനെ കൂട്ടുമ്പോൾ, ഇവിടെ വേരിയബിൾ ഇൻപുട്ടിന്റെ ആധിക്യം കാരണം ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് അത് സ്യൂട്ടബിൾ ആവാതിരിക്കുന്നു. സോ ദ വേരിയബിൾ ഇൻപുട്ട് ഈസ് ക്രൗഡിങ് ഹിയർ. വേരിയബിൾ ഇൻപുട്ട് കൂടുന്നു. അതിന്റെ ആധിക്യം കാരണം പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുന്നു. ഫ്രം 10 to 6 to 1. സോ ദാറ്റ്സ് ദ റീസൺ. ദ ഫാക്ടർ പ്രപ്പോർഷൻസ് ആണ് അവിടെ മാർജിനൽ പ്രൊഡക്റ്റിനെ ആദ്യഘട്ടത്തിൽ കൂട്ടുന്നതും രണ്ടാമത്തെ ഘട്ടത്തിൽ കുറയ്ക്കുന്നതും. സോ ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓർ ഇനീഷ്യലി ദ ഫാക്ടർ പ്രപ്പോർഷൻസ് is suitable for the production process, and that's why the marginal product starts to increase. And in the next phase, the production process acts in a negative way, or we can say it is not suitable for the production process. Factor proportions production processന് suitable അല്ലാത്ത രീതിയിലാണ് മാറുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് കുറയും. ഓക്കെ, ഈ പട്ടിക ഒരു കർഷകന്റെ അരി ഉൽപാദനം കാണിക്കുന്ന പട്ടികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കർഷകന് ഫിക്സഡ് ഇൻപുട്ടായിട്ട് ലാൻഡിൻ്റെ ഏരിയയാണ്. ദാറ്റ് മീൻസ് 4 hectares ഓഫ് ലാൻഡാണ് കർഷകന് ഉള്ളത്. ദാറ്റ് ഈസ് ഫിക്സഡ്. അത് സ്ഥിരമായ ഘടകമാണ്, ഉൽപാദന ഘടകം. എന്നാൽ കർഷകന് എവിടെ തീരുമാനമെടുക്കാം? തൻ്റെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന ലേബറിൻ്റെ എണ്ണം കർഷകന് വർദ്ധിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ കർഷകൻ ഒരു ലേബറിനെ ഉപയോഗിക്കുന്നു. 4 hectares ഓഫ് ലാൻഡാണുള്ളത്. പക്ഷേ ഭൂമിയുടെ വിസ്തൃതി കൂടുതലും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ എണ്ണം വളരെ കുറവുമാണ്. അപ്പോൾ കർഷകൻ എന്ത് ചെയ്യും? കൂടുതൽ തൊഴിലാളികളെ ഭൂമിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി
കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ തൊഴിലാളിയും മൊത്തം ഉൽപ്പന്നത്തിന് നൽകുന്ന സംഭാവന കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഘട്ടത്തിലാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത്, ഒരു യൂണിറ്റ് ലേബറും 4 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മൊത്തം ഉൽപാദനം 10 കിലോഗ്രാം റൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഭൂമിയുടെ വിസ്തൃതി കൂടുതലും ഉപയോഗിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം കുറവായപ്പോൾ കർഷകൻ രണ്ടാമത്തെ ലേബറിനെ അവിടെ ഉപയോഗിച്ചപ്പോൾ 4 ഹെക്ടർ ഭൂമിയിൽ രണ്ടാമത്തെ ലേബറിനെ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 24 കിലോഗ്രാം മൊത്തം ഉൽപ്പന്നം കിട്ടി. അപ്പോൾ അവിടെ ആ രണ്ടാമത് വരുന്ന തൊഴിലാളിയുടെ സംഭാവന കൂടുകയാണ്. ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊപ്പോർഷണലി മോർ. വീണ്ടും മൂന്നാമത്തെ ലേബർ വരുന്നു, ടോട്ടൽ ഔട്ട്പുട്ട് 40 ആയിട്ട് കൂടുന്നു. ദാറ്റ് മീൻസ് ദ തേർഡ് ലേബർ ഓർ ദ അഡീഷണൽ ലേബർ കോൺട്രിബ്യൂട്ടിംഗ് മോർ ടു ദ ടോട്ടൽ ഔട്ട്പുട്ട്. പക്ഷേ നാലാമത്തെ ഒരു യൂണിറ്റ് ലേബർ വരുന്ന സമയത്ത് അവിടെ ക്രൗഡിംഗ് എന്ന് പറയുന്ന മുൻപ് ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തും. വേരിയബിൾ ഇൻപുട്ട്, അതായത് ലേബറുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അവിടെ ആധിക്യം സംഭവിക്കുന്നു, വേരിയബിൾ ഇൻപുട്ടിന്റെ ആധിക്യം സംഭവിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഓരോ ലേബറും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൊത്തം വരുമാനം, മൊത്തം ഉൽപാദനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സംഭാവന ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു, 10 നിന്ന് 6 ആവും. അപ്പം 4, 5, 6 ഒക്കെ ആവുമ്പോഴേക്കും വേരിയബിൾ ഇൻപുട്ടായ ലേബർ അവിടെ വല്ലാതെ കൂടുകയും അതുകൊണ്ട് തന്നെ മൊത്തം ഉൽപാദനത്തിലേക്ക് ഓരോ യൂണിറ്റ് ലേബറും നൽകുന്ന കോൺട്രിബ്യൂഷൻ കുറയുകയും ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ വെച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഫാക്ടർ പ്രൊപ്പോർഷൻസിന്റെ ആ ഒരു ആശയം നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ ഫാക്ടർ പ്രൊപ്പോർഷൻസ് അനുകൂലമാകുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുകയും ഫാക്ടർ പ്രൊപ്പോർഷൻസ് പ്രതികൂലമാകുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആശയം വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ആദ്യം കൂടുന്നു, പിന്നീട് എന്തുകൊണ്ട് അത് കുറയുന്നു എന്നുള്ളത് ഘടകാനുപാതങ്ങൾ എന്ന ആശയം ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫാക്ടർ പ്രൊപ്പോർഷൻസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെയും ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഓർ ദ ഷേപ്സ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, average product curve and marginal product curve, and the relation between these curves that we will explain in the next class. Till then, goodbye. Thank you.